സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. വിലക്കയറ്റം കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജനദ്രോഹ ബജറ്റിലെ നിർദ്ദേശങ്ങളും ഭൂനികുതി വർധനവും പിൻവലിക്കണമെന്ന് KPCC മെമ്പർ KT ജെയിംസ് പറഞ്ഞു. ജനദ്രോഹ ബജറ്റിനും ഭൂനികുതി വർധനവിനുമെതിരെ വില്യാപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വില്ലേജ് ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ ഭൂനികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു 50%. നമുക്കറിയാം, ബഡ്ജറ്റിൻ്റെ മുമ്പ് തന്നെ കേരളത്തിൽ 3.25 വർഷമായി വന്ന സർക്കാർ 3 പ്രാവശ്യമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. അതോടൊപ്പം വെള്ളക്കരം വർദ്ധിപ്പിച്ചു. കെട്ടിട നികുതി ഭീമമായ രീതിയിൽ വർദ്ധിപ്പിച്ചു. ഇതിന് പുറമെയാണ് ബഡ്ജറ്റിലൂടെ സാധാരണക്കാരുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന ഈ ഗവൺമെൻറ് അമിതമായ ഭാരം ജനങ്ങളുടെ തലയിലേക്ക്, ഇടത്തര കർഷക തൊഴിലാളിയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 50% മേലെ വർധനമാണ് വന്നിരിക്കുന്നത്. ഈ സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്തതിനാൽ 100 കോടി രൂപ ഇതിലൂടെ അധികമായി സമാഹരിക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ അമിതമായ വർധനവ് അടിയന്തരമായി പിൻവലിക്കണം. ഇത് കേരളത്തിലുടനീളം നടക്കുന്ന ഒരു സൂചനാ സമരമാണ്. ഞാൻ 19-ാം തീയതിയാണ് കേരള സംസ്ഥാനത്ത് KPCC പ്രഖ്യാപിച്ച എല്ലാ പഞ്ചായത്തുകളും അന്ന് നടത്താൻ പറ്റിയില്ല. അതിൻ്റെ ഭാഗമായി ഇന്ന് വില്ലേജ് ഇന്ന് നടക്കുന്നു, തൊട്ടടുത്ത തിരുവള്ളൂരിൽ നടത്തുന്നു. ഏതായാലും അതിശക്തമായ സമരമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. വില്യാപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് CP ബിജു പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പൊന്നാറത്ത് മുരളീധരൻ, V ചന്ദ്രൻ, NB പ്രകാശ് കുമാർ, N ശങ്കരൻ, MP വിദ്യാധരൻ, ദിനേശ് ബാബു കൂട്ടങ്ങാരം, സുരേഷ് പടിയുള്ളതിൽ, അജ്മൽ മേമുണ്ട, ഷീല പത്മനാഭൻ, അമീർ KK, രജീഷ് പുതുക്കുടി, പ്രശാന്ത് MT, V മുരളീധരൻ, സരള PK, ശോഭന K, VK ബാലൻ, TM രാധാകൃഷ്ണൻ, സുധീഷ് പുതുക്കുടി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കിയ വലിയ വർധനവ്, അതേപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള കെട്ടിടത്തിന് വേണ്ടി പ്ലാനിനായിട്ട് നമ്മൾ പഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിഭീമമായ 3 ഇരട്ടിയും 4 ഇരട്ടിയും തുക വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ വല്ലാതെ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതാ അമിതമായ പക്ഷേ ഇത്രയധികം ഭൂനികുതി വർധനവ് കേരള ചരിത്രത്തിൽ ഇത് 5% മാക്സിമം 10%-ത്തിനപ്പുറം കേരള ചരിത്രത്തിൽ ഇതുവരെ ഒരു ഭൂനികുതി എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് ഭൂനികുതി എന്ന് പറയുന്നത്.